പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിന് സുവിശേഷം 24:31 ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. ലൂക്കോസിന് സുവിശേഷം 24 പ്രതിപാദിച്ചിരിക്കുന്ന 7 തുറന്ന കാര്യങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. മത്തായി, മർക്കോസ്, യോഹന്നാൻ എന്നീ സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ നാം വായിക്കുന്നു എങ്കിലും വൈദ്യനായ ലൂക്കോസ് വ്യത്യസ്തമായ സത്യങ്ങളെ എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. 12-ാം വാക്യത്തിൽ തുറന്ന ഒരു കല്ലറ നമ്മൾ കാണുന്നു. 2, തുറന്ന ഒരു ഭവനം നാം കാണുന്നു. തുറന്ന കണ്ണ് നാം കാണുന്നു. തുറന്ന വചനം നമ്മൾ കാണുന്നു. തുറന്ന വായ നാം കാണുന്നു. തുറന്ന ബുദ്ധി കാണുന്നു. തുറന്ന സ്വർഗം. ഇങ്ങനെ 5 വിധത്തിലുള്ള വിഷയങ്ങളെ പ്രതിപാദിച്ചിരിക്കുന്നതായി നാം കാണുന്നുണ്ട്. 1, തുറന്ന കല്ലറ എന്തിനെ കാണിക്കുന്നു? തുറന്നവൻ വൈരിയെ തകർത്തു എന്ന സാക്ഷ്യം വഹിക്കുന്നു. ഈ തുറന്ന കല്ലറ ലോകത്തോട് ഇന്ന് വിളംബരം ചെയ്യുന്നൊരു കാര്യം, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവിനെ കാണിക്കുകയാണ്. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ തർക്കിച്ചും വാദിച്ചും ഈ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുമ്പോൾ അവരുടെ നടുവിൽ തുറന്ന കല്ലറ എന്തിനു വേണ്ടി ഇന്നും അവൻ ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാനെന്ന് അവരുടെ ജീവിതത്തിൽ ദൈവം മനസ്സിലാക്കി കൊടുത്തു. 2, അവരുടെ സംസാരത്തിൽ കർത്താവ് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്നും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. മലാക്കി 3:1. നമ്മുടെ സംസാരങ്ങൾ കേൾക്കുന്ന ഒരു ദൈവം. നാം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? തുറക്കപ്പെട്ട ഒരു ഭവനം നാം അവിടെ കാണുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും, അവർ ഭവനം തുറന്നു. നമ്മുടെ ഭവനങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നുണ്ടോ? നമ്മുടെ കണ്ണ് തുറക്കപ്പെട്ടിട്ടുണ്ടോ? കർത്താവ് ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അപ്പമെടുത്ത് അവരെ അനുഗ്രഹിച്ച് നുറുക്കി കൊടുത്തപ്പോൾ അവരുടെ കണ്ണ് തുറന്നു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കിയതും തങ്ങൾ അറിയായി വന്നതും അവൻ വിവരിച്ചു. അവർ വായ് തുറന്ന് സംസാരിച്ചു. കണ്ണ് തുറന്നു, വായ് തുറന്നു. എന്തിനു വേണ്ടി? കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി. അങ്ങനെ നമുക്ക് ജീവിക്കാം. കർത്താവ് അതിനെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.